ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവനു പകരം അകപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 11:7-8 വാക്യങ്ങൾ. ഒരു മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് നല്ലതായിരുന്നോ എന്നറിയുവാനുള്ള ഒരു മാർഗം അവൻ എങ്ങനെ മരിക്കുന്നു എന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ മരണശേഷം അവൻ എന്ത് സംഭവിക്കുന്നു എന്നതാണ്. ഒരു ദുഷ്ടൻ മരിക്കുമ്പോൾ എല്ലാം അവനോടൊപ്പം മരിക്കുന്നു. അവൻ ഈ ജീവിതത്തിനപ്പുറം ഒരു പ്രതീക്ഷയുമില്ല. ജീവിതകാലത്ത് അവൻ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. മരിക്കുന്ന നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന വസ്തുതയെ അവൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ദുഷ്ടന്റെ പ്രതീക്ഷ ഈ ലോകത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതം ഇല്ല എന്നവൻ വിശ്വസിച്ചു. ദുഷ്ടൻ മരിക്കുന്നതോടെ അവന്റെ എല്ലാ പ്രതീക്ഷയും ഇല്ലാതാകുന്നു. ഇനി ആകെയുള്ളത് ദൈവകോപം മാത്രമാണ്. മരണശേഷം അഗ്നിജ്വാലയിൽ പീഡിപ്പിക്കപ്പെട്ട ധനികനെ ഓർക്കുന്നുണ്ടോ? ഈ ജീവിതത്തിൽ അവന് നല്ല കാര്യങ്ങൾ ലഭിച്ചുവെന്ന് അവൻ ഓർത്തു. അവൻ ദൈവത്തെ നിരസിച്ചു. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. ദൈവം യഥാർത്ഥമാണ്. അവൻ വിശുദ്ധനും നീതിമാനുമാണ്. ശക്തനായ മനുഷ്യനും പൂർണ്ണമായും ദുർബലനും ദൈവീക സിംഹാസനത്തിന് മുൻപിൽ ഒരുപോലെയാണ്. ദുഷ്ടനായ മനുഷ്യൻ കർത്താവിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ പ്രതീക്ഷ മരണത്തോടെ ഇല്ലാതെയാകുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. മരണത്തോടെ നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നുവോ? അതോ കല്ലറയ്ക്കുമപ്പുറമുള്ള നിത്യത നമുക്ക് പ്രതീക്ഷ നൽകുന്നുവോ? നമ്മുടെ ആഗ്രഹങ്ങളും ആശയുമെല്ലാം ഈ ലോകത്തിൽ മാത്രമോ അതോ ദൈവത്തോടൊപ്പമുള്ള നിത്യത നാം ആഗ്രഹിക്കുന്നുവോ? ഈ ലോകത്തിലെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ത്യാഗങ്ങൾക്കും സത്പ്രവർത്തികൾക്കും ഒക്കെ പ്രതിഫലം ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരക്കിട്ട ജീവിതയാത്രയിൽ നമ്മുടെ ഓട്ടത്തിനിടെ, നമ്മുടെ മത്സരത്തിനിടെ ആ നിത്യതയെക്കുറിച്ചോ പ്രതിഫലത്തെക്കുറിച്ചോ ഒന്നും പലരും ഓർക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന്, ജീവിതത്തിന്റെ കണക്കെടുപ്പ് പിന്നാലെ വരുന്നുണ്ടെന്ന് നാം പലപ്പോഴും ഓർക്കാറില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ഈ യാഥാർത്ഥ്യം ശ്രദ്ധയോടെ ജീവിപ്പാൻ നമ്മെ ഒരുക്കട്ടെ. മരിക്കുമ്പോൾ പ്രതീക്ഷ നശിക്കുന്ന ദുഷ്ടരായിട്ടല്ല, മരിക്കുമ്പോൾ ശുഭപ്രതീക്ഷയോടെ ഇരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നിത്യതയിലായിരിക്കട്ടെ. ആർക്കും തകർക്കാൻ കഴിയാത്ത നിത്യത. പ്രതീക്ഷയോടെ ശ്രദ്ധയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.